Okay, hi everyone. So last class നമ്മൾ പറഞ്ഞു നിർത്തി എന്തായിരുന്നു ACCന്റെ കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ. യെസ്, എക്സാംസ് എങ്ങനെയാണ് വരുന്നത്, എത്ര സിറ്റിംഗ് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ACCയുടെ കോഴ്സ് സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ACCയുടെ സ്കിൽ ലെവലിൽ വരുന്ന ഒരു പേപ്പർ ആയിരുന്നു എന്ത് FR അഥവാ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇതാണ് FRന്റെ ഫുൾ ഫോം. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ. സോ FR ആക്ച്വലി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ACCന്റെ 3 ലെവൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഒന്ന് നോളജ് ലെവൽ, ഒന്ന് ACCയുടെ K ലെവൽ, 2 ACCയുടെ സ്കിൽ ലെവൽ, 3 ACCയുടെ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ അഥവാ P ലെവൽ. ഇങ്ങനെ 3 ലെവൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ K ലെവൽ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പറാണ് K ലെവൽ എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പറാണ് FA, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ സ്കിൽ ലെവലിൽ നമ്മൾ പഠിക്കുന്ന പേപ്പറാണ് FR. P ലെവലിൽ നമ്മൾ പഠിക്കുന്ന പേപ്പറാണ് SBR. നമ്മൾ മാൻഡേറ്ററി പേപ്പേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നായിരുന്നു SBR അഥവാ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. സോ ഇത് മൂന്നും എന്താണ് കണക്റ്റഡ് പേപ്പേഴ്സാണ്. അതായത് FA എന്ന് പറയുന്ന K ലെവൽ പേപ്പറിന്റെ അഡ്വാൻസ്ഡ് പോർഷൻ ആണ് FR, അതിന്റെയും അഡ്വാൻസ്ഡ് പോർഷൻ ആണ് SBR. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് ആക്ച്വലി എ ചെയിൻ, FA, FR, SBR. സോ നിങ്ങൾ ഈ SBR എന്ന് പറയുന്ന P ലെവൽ പേപ്പറിനേക്കുള്ള ബേസ് ആണ് നിങ്ങൾ എവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? FAയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ FAയിൽ നിങ്ങൾ ആ ഒരു ബേസ് ഉണ്ടാക്കി വീണ്ടും അത് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആക്കി കുറച്ചുകൂടെ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു എവിടെ? FRൽ. ഇനി അതും യൂസ് ചെയ്ത് കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് SBRലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ അല്ലേ? യെസ്, ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡില് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടി? നോളജ് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് മൂന്നും എന്ത് പേപ്പറാ? അക്കൗണ്ടിങ് പേപ്പേഴ്സ് ആണ്, അക്കൗണ്ടിങ് റിലേറ്റഡ് പേപ്പേഴ്സ് ആണ്. സോ FA അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ ഇപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ സമൺ ഹു ഹാസ് കംപ്ലീറ്റഡ് K ലെവൽ, അതായത് ഇപ്പൊ നമ്മൾ ഒരു 12th കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആൾ ഓബ്വിയസ്ലി ഫ്രം ദ ഫസ്റ്റ് പേപ്പർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോളജ് ലെവൽ തൊട്ടേ ആൾക്ക് എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങാം. പക്ഷേ ഇഫ് യു ആർ സമൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് 5 പേപ്പർ എക്സംഷൻ കിട്ടും അല്ലേ? 4 or 5 പേപ്പർ എക്സംഷൻ നിങ്ങൾക്ക് കിട്ടും. 4 or 5 പേപ്പർ എക്സംഷൻ നിങ്ങൾക്ക് കിട്ടും. എന്താ ഈ എക്സംഷൻ എന്ന് പറഞ്ഞാൽ? പേപ്പർ എക്സംഷൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രേ ഉള്ളൂ. 12th കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ ആള് നോളജ് ലെവലിലെ എല്ലാ പേപ്പേഴ്സും എന്ത് ചെയ്യണം? എക്സാം എഴുതി ക്ലിയർ ചെയ്യണം. പക്ഷേ ഡിഗ്രി, ഫോർ എക്സാമ്പിൾ BCom കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി കിട്ടാറുള്ള എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ BT, FA, MA, ലോ ആൻഡ് അതേപോലെ വേറൊരു പേപ്പർ നിങ്ങൾക്ക് എക്സംപ്റ്റ് ആവാറുള്ളത് നോർമലി ഇറ്റ് ഈസ് ടാക്സ്. ഈ പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്തായിരിക്കും? എക്സംപ്റ്റ് ആയിരിക്കും ഇഫ് യു ആർ സമൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ഡിഗ്രി. അപ്പൊ ഇത് എക്സംപ്റ്റ് ആണെന്ന് വെച്ചാൽ ഇത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ACCA കംപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസിൽ കാണിക്കും. കാരണം എന്താ? ഇത്രയും പേപ്പേഴ്സിന്റെ നോളജ് ഓൾറെഡി നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു അസംഷനിലാണ് ഈ പറഞ്ഞ പേപ്പേഴ്സ് എക്സാം ചെയ്യുന്നത്. അതായത് ഇത്രയും പേപ്പേഴ്സ് ഇനി നിങ്ങൾ പഠിച്ച് അതിന്റെ എക്സാം ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇഫ് യു ആർ സമൺ ഹു ഹാസ് കംപ്ലീറ്റഡ് ഡിഗ്രി. ഓക്കെ അല്ലേ? ഡിഗ്രി പെർസ്യൂ ചെയ്തിട്ടാണ് നിങ്ങൾ ഇതിനോട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 5 പേപ്പേഴ്സ് അല്ലെങ്കിൽ 4 പേപ്പേഴ്സ് എന്തായിരിക്കും? എക്സംപ്റ്റ് ആയിരിക്കും. ഇത് എത്ര പേപ്പർ എക്സംഷൻ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ സ്കോറും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 or 5 പേപ്പർ എക്സംഷൻ എന്നുള്ളത്. ഓൾസോ നിങ്ങൾ എടുക്കുന്ന ഡിഗ്രിക്ക് അനുസരിച്ചും നിങ്ങളുടെ പേപ്പർ എക്സംഷൻസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ BCom എടുത്ത ഒരാൾക്കാണ് ഞാനിപ്പോ ഈ യൂഷ്വൽ പേപ്പർ എക്സംഷൻസ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 5 പേപ്പർ എക്സംപ്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. കാരണം നിങ്ങൾ എക്സംഷൻ തരാന്ന് പറഞ്ഞാൽ അത് ഡിഗ്രി ഉള്ളതുകൊണ്ടല്ല. നിങ്ങൾ ആ ഡിഗ്രി അഥവാ BComൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് ACCA നിങ്ങൾക്ക് എന്ത് തരുന്നത്? എക്സംഷൻ തരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഇതാണ് യൂഷ്വലി നടക്കുന്നത്. സോ ഇത്രയും പേപ്പേഴ്സിന്റെ പേപ്പർ എക്സാംസ് നിങ്ങൾ എഴുതേണ്ടി വരില്ല. നിങ്ങൾ ഡയറക്ട്ലി യൂഷ്വലി ഇത്തരം കുട്ടികൾ ഡയറക്ട്ലി ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് പേപ്പർ ആണ് ഏതാ? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അഥവാ FR പേപ്പർ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ. ഓക്കെ. സോ അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. 12th കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ഓബ്വിയസ്ലി ആ കുട്ടി എന്ത് പഠിച്ചിട്ടുണ്ടാവും? FA പഠിച്ചിട്ടുണ്ടാവും അഥവാ ഫിനാൻഷ്യൽ
അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബേസ്, അതായത് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീമിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാം അല്ലേ? കാരണം എന്താ, ഫ്രം ദ ബേസ് എന്ത് ചെയ്യും, നിങ്ങൾ അതിൽ നിന്നും റെഡിയാക്കി കൊണ്ടുവരും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ ഇതിന്റെ എല്ലാ ടേംസും കാര്യങ്ങളും ഫുൾ ബേസ് എന്ത് ചെയ്യും, പക്കയാക്കി ഉണ്ടാവും. ആ തറ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ബേസ് ആക്ച്വലി ആർക്ക് മിസ്സാവും, അതായത് കംപ്ലീറ്റ്ലി മിസ്സാവും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബികോം അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ ചെറിയ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു 12th കഴിഞ്ഞ കുട്ടി ഗെയിൻ ചെയ്ത പോലെ, അതായത് FA എന്ന് പറയുന്ന ACCAന്റെ പേപ്പർ പഠിച്ചിട്ട് ആ കുട്ടി ഗെയിൻ ചെയ്ത നോളജ് എത്രയാണോ അത്രയും നോളജ് എന്തായാലും ഈ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്ക് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? കാരണം ACC ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, ഡിഗ്രി അങ്ങനെയല്ല. സോ ഒബ്വിയസ്ലി ഇതിൽ പഠിച്ച അത്രയും അവരവിടെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസിന്റെ ആ ഒരു കുറവ് ഈ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ബേസ് എന്ത് ചെയ്തെടുക്കണം, ഗെയിൻ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ത്രൂ ഔട്ട് ദ ക്ലാസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രം ദ സ്ക്രാച്ച് പറയും. ദാറ്റ് ഈസ് FR ആണെങ്കിലും, FRന്റെ ക്ലാസ് ആണെങ്കിലും നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫുള്ളി പഠിച്ചിട്ടേ FRന്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ബേസ് ഒന്നുകൂടെ പക്കയാക്കിയിട്ട് FRലേക്ക് നമ്മൾ കടക്കുള്ളൂ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മൾ FA സ്കിപ്പ് ചെയ്തിട്ടല്ല FRലോട്ട് കിടക്കുന്നത്, FAയും പറഞ്ഞിട്ടാണ് നമ്മൾ FRലോട്ട് കിടക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി FA പഠിച്ചവരാണെങ്കിൽ അവർക്കൊന്നുകൂടെ അത് തറാവും. ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് അവർക്ക് കിട്ടാതെ പോയ നോളജ് കിട്ടാനുള്ള ഒരു ചാൻസും ആവും. ക്ലിയർ? ഓക്കെ. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, FR ടോപ്പിക്സിലായിട്ട് കിടക്കുള്ളൂ. ഓക്കെ അല്ല? സെറ്റ് അല്ലേ? യെസ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഔട്ട്ലൈൻ തരാം, ശ്രദ്ധിച്ചോ. FA എന്ന് പറയുന്ന പേപ്പറിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും. FAയുടെ ഒരു ഇൻ ഡെപ്ത്, അതായത് ഫുൾ എക്സ്പ്ലനേഷൻ പറയുന്ന ഒരു വീഡിയോ, ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ തരാം, ശ്രദ്ധിച്ചോ. ഇത്രേ ഉള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി 4 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി 4 സ്റ്റെപ്പ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ യു വിൽ ബി റെക്കോർഡിങ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ യു വിൽ ബി ക്ലാസിഫൈയിങ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ യു വിൽ ബി സമ്മറൈസിങ്. ആൻഡ് അറ്റ് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ഓക്കെ, എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എന്താണ് സമ്മറൈസ് ചെയ്യുന്നത്, എന്താണ് അനലൈസ് ചെയ്യുന്നത്, ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മുടെ കമ്പനിയിൽ ഡേ ബൈ ഡേ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ 4 സ്റ്റെപ്സ് അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ്, ഓവറോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വിളിക്കുക. ആൻഡ് ഇതാണ് നമ്മൾ എവിടെ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ FA നോളജ് ലെവൽ പേപ്പറായ FAയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യെസ്. ഇനി നോക്കിക്കോ, ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പറ, എങ്ങനെയാ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യാം, ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്താ? ബുക്സ് ഓഫ് പ്രൈം എൻട്രി, അഥവാ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ഡേ ബുക്സ്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ബുക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സെറ്റ് ഓഫ് ബുക്സിലാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെയും ഇനീഷ്യലി റെക്കോർഡ് ചെയ്യുക. അതായത് സംഭവം ഇത്രേ ഉള്ളൂ,
ഒരു കമ്പനി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും അല്ലേ? ഒരു ദിവസത്തിൽ തന്നെ സെവറൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ഇതിൽ ഓരോ ട്രാൻസാക്ഷനും ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ഓരോ സാധനം വിൽക്കുന്നതും ഓരോ സാധനം വാങ്ങുന്നതും ഇത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? ഇല്ല. നിങ്ങളുടെ സ്വന്തം ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഒരു കമ്പനിയുടേത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല, ഒബ്വിയസ്ലി ഇല്ല. അപ്പോ ഇത് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം ഇൻ ഓർഡർ ടു ബി സിസ്റ്റമാറ്റിക്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷനും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. പറ, എവിടെയാ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്? എൻ്റെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി. ഈ ബുക്സ് ഓഫ് പ്രൈം എൻട്രി അഥവാ ഡേ ബുക്സ് എന്ന് പറയുന്നത് നമുക്കൊരു 7 ഡേ ബുക്സ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 7 ഡേ ബുക്സ് ഉണ്ട്. കാരണം ഇത് ഓൾറെഡി ഞാൻ എൻ്റെ FAയുടെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ആർക്കെങ്കിലും ഈ 7 ഡേ ബുക്സിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ 7 ഡേ ബുക്സ് ഉണ്ട്. ഈ 7 ഡേ ബുക്സിലായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഇനീഷ്യലി റെക്കോർഡ് ചെയ്യാം. ഓക്കെ, യെസ്. ഇപ്പോൾ എല്ലാം എന്ത് ചെയ്തു? ഡേ ബുക്സിൽ റെക്കോർഡഡ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ എല്ലാം ഡേ ബുക്സിൽ റെക്കോർഡഡ് ആയി. ഇനി ഒരു കാര്യം കൊണ്ട് ഇവിടെ പറയാനുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ എവിടെ റെക്കോർഡ് ചെയ്യും, വേർ ടു റെക്കോർഡ് എന്നുള്ളതിന്റെ ആൻസർ ആണ് ഏത്? ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്. യെസ് ഓർ നോ? വേർ എന്നുള്ളതിന്റെ ആൻസർ ആണ് എന്ത്? ബുക്സ് ഓഫ് പ്രൈം എൻട്രി. ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ ആൻസർ ചെയ്യാനുണ്ട്, വിച്ച് ഇസ് ഹൗ ടു റെക്കോർഡ്. ഹൗ ടു റെക്കോർഡ് ദാറ്റ് ഈസ് നിങ്ങൾ ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. എന്ത്? ഓരോ ട്രാൻസാക്ഷനും. പക്ഷെ എങ്ങനെ കാണിക്കുക? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു സാധനം കസ്റ്റമർക്ക് വിറ്റു. ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ ഒരു സാധനം കസ്റ്റമർക്ക് വിറ്റു. പറ, നിങ്ങൾ ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിൽ പോയിട്ട് ഞാൻ ഇന്ന സാധനം ഇന്ന കസ്റ്റമർക്ക് ഇത്ര രൂപയ്ക്ക് വിറ്റു. എഴുതി വെക്കാൻ പറ്റുമോ? ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടില്ല. എനിക്കിത് മൊത്തം ആ പാരഗ്രാഫ് പോലെ സിനാരിയോ വായിക്കാനുള്ള സമയം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇതേപോലത്തെ ഒരു ട്രാൻസാക്ഷൻ ആണോ ഉള്ളത്? അല്ല, കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ ഇതേപോലത്തെ ഉണ്ട്. ഇതിങ്ങനെ ഓരോന്നും സെന്റൻസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ ഹൗ ടു റെക്കോർഡ് എന്നുള്ളതിന് ചോദ്യത്തിന് ഉത്തരമാണ് ഇത്രേ ഉള്ളൂ. യൂസിങ് ജേർണൽ എൻട്രീസ്. അല്ലേ? FA പഠിച്ചവരായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരായിക്കോട്ടെ, ജേർണൽ എൻട്രി എന്താന്ന് എല്ലാവർക്കും അറിയുന്ന. എന്താ ജേർണൽ എൻട്രി? ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബിൾ എൻട്രി കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഫോം ചെയ്യുന്നതാണ് എന്ത്? ജേർണൽ എൻട്രി. എന്താ ഡബിൾ എൻട്രി കോൺസെപ്റ്റ്? ഒരു ട്രാൻസാക്ഷൻ, ഏതൊരു ട്രാൻസാക്ഷനും കമ്പനിയിൽ നടന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് കമ്പനിയുടെ മുകളിൽ ഡബിൾ എഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് ഇസ്, ദർ വിൽ ബി 2 എഫക്ട്സ് ക്രിയേറ്റഡ് ബൈ ദിസ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ഡബിൾ എൻട്രി ദാറ്റ് ഇസ് 2 എഫക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് 2 എൻട്രി ഉണ്ടാവും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത് ഡബിൾ എൻട്രി കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അതിന്റെ ഫോമാറ്റ് എങ്ങനെയാ? ഒരു ഡെബിറ്റ് ഉണ്ടാകും, ഒരു ക്രെഡിറ്റ് ഉണ്ടാകും. ഇതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജേർണൽ എൻട്രി എന്ന് വിളിക്കുന്നത്. ആൻഡ് ദ ഡെബിറ്റ് വാല്യൂ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ് വാല്യൂ. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. ഇനി സോ ഈ ജേർണൽ എൻട്രീസ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി അഥവാ ഡേ ബുക്സിലോട്ട് റെക്കോർഡ് ചെയ്യും. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഈ എല്ലാം റെക്കോർഡഡ് ആയേ. ഇപ്പൊ എല്ലാം റെക്കോർഡഡ് ആയി. ഏത് ഫോർമാറ്റിലപ്പം എല്ലാം കിടക്കുന്നത്? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. ഓരോ ട്രാൻസാക്ഷൻ എന്തുണ്ടാവും? ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ജേർണൽ എൻട്രി ഫോർമാറ്റിലാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിൽ കിടക്കുന്നത്. ഇനി ഇങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം ദെൻ ഐ ഡു സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് ഞാൻ പോകും. എന്തായിരുന്നു എൻ്റെ സെക്കൻഡ് സ്റ്റെപ്പടാ? സ്റ്റെപ്പ് നമ്പർ 2 എന്തായിരുന്നു? സ്റ്റെപ്പ് 2 എന്തായിരുന്നു? റെക്കോർഡ് ചെയ്തു. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? ക്ലാസിഫൈ. അല്ലേ? എന്താ ക്ലാസിഫൈ ചെയ്യുക? നോക്കാം, ശ്രദ്ധിക്കണേ. സ്റ്റെപ്പ് 2 വാസ് ക്ലാസിഫൈ. ശ്രദ്ധിച്ചോ? ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ച് എന്താണ്? ജേർണൽ എൻട്രി. വിച്ച് മീൻസ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ എന്റെ കയ്യിലുള്ളത് എന്താ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ ഫോം ഓഫ് ജേർണൽ എൻട്രീസ് ആണുള്ളത്. അല്ലേ? ഇതിൽ ഓരോ ജേർണൽ എൻട്രീനെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ഈ ക്ലാസിഫിക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? ലെഡ്ജർ അക്കൗണ്ട്സ്.
അല്ലെങ്കിൽ ടി അക്കൗണ്ട്സ് എന്നും നമുക്ക് വിളിക്കാം. ഈ ലെഡ്ജർ അക്കൗണ്ട് അല്ലെങ്കിൽ ടി അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ജേർണൽ എൻട്രീസിന് എല്ലാത്തിനെയും അതിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ അല്ലേ? സോ ഞാൻ വീണ്ടും പറയുവാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് വഴി ആർക്കെങ്കിലും ഇതിലൊരു ക്ലാരിറ്റി കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലീസ് ഡു വാച്ച് ദ അതർ വീഡിയോ. കാരണം ഞാൻ അതിൽ കംപ്ലീറ്റ് ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എടുത്തിട്ട് അതിനെങ്ങനെ ജേർണൽ എൻട്രി ആക്കാം, എങ്ങനെ അതിനെ പോസ്റ്റ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം, പിന്നെ എങ്ങനെ സ്റ്റെപ്പ് 3 ആൻഡ് സ്റ്റെപ്പ് 4 ചെയ്യാം എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദിസ്, ഡു വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ അല്ലേ? കാരണം ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഫ് എയുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഇസ് എഫ് എ കുറച്ച് പറഞ്ഞിട്ടേ നമുക്ക് എഫ് ആറിലോട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? യാ. ഇനി സോ ലെഡ്ജർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ടി അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ജേർണൽ എൻട്രീസിനെ പോസ്റ്റ് ചെയ്യും. എങ്ങോട്ട്? ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ലെഡ്ജർ അക്കൗണ്ട്സിനെ ഞാൻ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യും. ബാലൻസ് ദി ലെഡ്ജർ അക്കൗണ്ട്സ്. അപ്പൊ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിനും എനിക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിനും ഓരോ ക്ലോസിംഗ് ബാലൻസ് എന്ന രീതിയിൽ ഞാൻ അതിനെ ബാലൻസ് ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ജേർണൽ എൻട്രീസ് വിത്ത് മീ. സെക്കൻഡ് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിൽ എന്തുണ്ട്? ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ഇനി സ്റ്റെപ്പ് 3 വിച്ച് ഇസ് സ്റ്റെപ്പ് 3 വിച്ച് ഇസ് ഏതായിരുന്നു? സമ്മറൈസിങ് അല്ലേ? യെസ്. എന്താ സമ്മറൈസിംഗിൽ നമ്മൾ ചെയ്യാം? സ്റ്റെപ്പ് 3 സമ്മറൈസിങ്. എന്താ ചെയ്യാ? ഇപ്പൊ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ്. സ്റ്റെപ്പ് 3 സമ്മറൈസിംഗിൽ ഈ ലെഡ്ജർ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസിന് എല്ലാത്തിനെയും ഞാൻ എന്റെ ട്രയൽ ബാലൻസിലോട്ട് എന്ത് ചെയ്യും? മാറ്റും. ഓക്കെ, ട്രയൽ ബാലൻസിൽ എന്താണ്ടാവുക? അപ്പോൾ ട്രയൽ ബാലൻസിൽ എല്ലാ അക്കൗണ്ട്സിന്റെയും, അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് വിൽ ബി ലിസ്റ്റഡ്, അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് ഏത്? ട്രയൽ ബാലൻസ്. ഓക്കെ അല്ലേ? ഇനി വൺസ് ഇത് ട്രയൽ ബാലൻസിൽ ഞാൻ സമ്മറൈസ് ചെയ്തു. ഇപ്പൊ എല്ലാ ക്ലോസിംഗ് ബാലൻസും എന്റെ കയ്യിൽ കിട്ടി, സമ്മറൈസ്ഡ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇതാണ് സമ്മറൈസിങ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സമ്മറൈസിങ് യൂസിങ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് യൂസ് ചെയ്തു ഞാൻ എന്ത് ചെയ്തു? സമ്മറൈസ് ചെയ്തു. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നതാണ് എന്ത്? അനലൈസിങ്. സ്റ്റെപ്പ് 4 ആണ് അനലൈസിങ്. അനലൈസിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ക്ലോസിംഗ് ബാലൻസ് ഇല്ലേ, ആ ക്ലോസിംഗ് ബാലൻസിന് എല്ലാത്തിനെയും ഞാൻ ഓരോന്നായിട്ട് ഐ കൺവേർട്ട്, അല്ലെങ്കിൽ ഐ ഫോം ഇറ്റ് ഇൻ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാനിപ്പോ ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 4 സ്റ്റെപ്പും അതാണ്. അപ്പോ ഇൻ ദ എൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞ FS അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3ഉം ഒക്കെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് വേണ്ട എന്താ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ സമ്മറൈസ് ചെയ്തു ട്രയൽ ബാലൻസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ട്രയൽ ബാലൻസിലെ ക്ലോസിംഗ് ബാലൻസും എടുത്തിട്ട് എന്ത് ഫോം ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോം ചെയ്യും. ക്ലിയർ. സോ ഒന്നും കൂടെ പറയുവാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം എന്താ? എന്റെ കമ്പനിയിൽ ഡേ ബൈ ഡേ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഞാൻ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. എവിടെയാ റെക്കോർഡ് ചെയ്യുക? ബുക്സ് ഓഫ് പ്രൈം എൻട്രിയിൽ. എങ്ങനെയാ റെക്കോർഡ് ചെയ്യുക? ജേർണൽ എൻട്രീസ് യൂസ് ചെയ്തിട്ട്. ക്ലിയർ? ഓക്കെ, ദിസ് ഇസ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2ലേക്ക് എത്തുമ്പോൾ ഈ ജേർണൽ എൻട്രീസ്, റെക്കോർഡ് ചെയ്ത് വെച്ച ജേർണൽ എൻട്രീസിനെ എല്ലാത്തിനെയും ഞാൻ എന്ത് ചെയ്യും? ലെഡ്ജർ അക്കൗണ്ട്സ് അഥവാ ടി അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഈ ഓരോ അക്കൗണ്ടും ഞാൻ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഓക്കെ, അതുവഴി സ്റ്റെപ്പ് 2 അഥവാ ക്ലാസിഫൈയിങ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എനിക്ക് എന്ത് കിട്ടും? ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇനി സ്റ്റെപ്പ് 3 വിച്ച് ഇസ് സമ്മറൈസിംഗിലോട്ട് എത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യാം? ഓരോ ക്ലോസിംഗ് ബാലൻസിനെയും എടുത്തിട്ട് ട്രയൽ ബാലൻസ് ആയിട്ട് മാറ്റും. ട്രയൽ ബാലൻസിൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് എല്ലാ അക്കൗണ്ടിന്റെയും, ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. ഈ ട്രയൽ ബാലൻസിനെയാണ് പിന്നെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് സ്റ്റെപ്പ് 4 കൺവേർട്ട് ചെയ്യാം. ക്ലിയർ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ?
ഓക്കെ, യെസ്. സോ ഓവറോൾ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യാ. ഇനി നോക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് 4 നമ്മൾ എല്ലാത്തിനെയും കൂടെ എന്താക്കി മാറ്റുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആക്കിയിട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പറയാനുണ്ട്. ഏതൊക്കെയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എത്ര ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്? 5 എണ്ണം. ഏതൊക്കെയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് FS. ഏതൊക്കെയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ദ ഫസ്റ്റ് വൺ is statement of profit or loss അഥവാ we can call it as SOPL. Second one, statement of financial position അഥവാ we can also call it as SOFP. അടുത്തത് the third one which is statement of, എല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, statement of changes in equity. Fourth one, statement of cash flow അഥവാ we can also call it as cash flow statement. And at last, അഞ്ചാമത് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് disclosure notes. ആക്ച്വലി ഇതൊരു മേജർ സ്റ്റേറ്റ്മെന്റ് അല്ല, പകരം നമ്മുടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമ്മൾ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഡിസ്ക്ലോഷർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. 1 സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, 2 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, 3 സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, 4 സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, 5 ഡിസ്ക്ലോഷർ നോട്ട്സ്. ഇങ്ങനെ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ പറഞ്ഞ സ്റ്റെപ്പ് 4 അനലൈസിംഗിൽ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ 5 സ്റ്റേറ്റ്മെന്റ്സിലായിട്ട് ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്? പറ. 5 സ്റ്റേറ്റ്മെന്റ്സിലായിട്ട് ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് which is SOPL, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അതിന്റെ പേര് തന്നെയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എന്താ പ്രസന്റ് ചെയ്യുന്നത്? കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം. കമ്പനി ലാഭമാണ് ഉണ്ടാക്കിയതെങ്കിൽ ലാഭം കാണിക്കും, കമ്പനി നഷ്ടമാണ് ഉണ്ടാക്കിയതെങ്കിൽ നഷ്ടം കാണിക്കും. പറ, നമ്മൾ എങ്ങനെയാ കമ്പനിയുടെ ലാഭവും നഷ്ടവും മെഷർ ചെയ്യാം? വരവും പോക്കും നോക്കിയിട്ട് അല്ലേ? അഥവാ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് കമ്പനിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ തീരുമാനിക്കുക അല്ലേ? ഇഫ് ദ ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ ദ എക്സ്പെൻസസ്, കമ്പനി വിൽ ബി ഇൻ പ്രോഫിറ്റ്, കമ്പനി വിൽ ബി ജനറേറ്റിംഗ് പ്രോഫിറ്റ്. അതല്ല, ഇഫ് ദ ഇൻകം ഇസ് ലോവർ ദാൻ ദ എക്സ്പെൻസസ്, അതായത് വരവിനേക്കാൾ പോക്ക് അഥവാ ചെലവാണ് കൂടുതലെങ്കിൽ നമുക്ക് അവിടെ നഷ്ടമായിരിക്കും അഥവാ ലോസ് മേക്കിംഗ് ആയിരിക്കും. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കുക. സോ ചുരുക്കി പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ SOPL അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്റെ കമ്പനിയുടെ ഇൻകം ഞാൻ കാണിക്കും, അതേപോലെ എന്റെ കമ്പനിയുടെ എക്സ്പെൻസസും ഞാൻ എന്ത് ചെയ്യും, കാണിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസ് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് കാണിച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് പ്രസന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് SOPL. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ SOFP. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ SOFP ആക്ച്വലി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. SOFPയിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, 1 കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ്സ്, 2 കമ്പനിയുടെ ലയബിലിറ്റീസ്, 3 കമ്പനിയിലെ ഇക്വിറ്റി. ഈ 3 കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് SOFP. ശ്രദ്ധിച്ചോ. ഈ പറഞ്ഞ ഐറ്റംസ് ഏതൊക്കെ? 1 ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. ഇവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതായത് FSലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്ന പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. ഇതിന്റെ 5 എണ്ണത്തിന്റെയും ഡെഫിനിഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോപ്പർലി ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഇതിന്റെ ഡെഫിനിഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? ആ വീഡിയോ കാണാം. ഓക്കെ, യെസ്
അപ്പോൾ SOP-യിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസസ് കാണിച്ചു, SOFP-യിൽ അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റിയും പ്രസന്റ് ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് കഴിഞ്ഞില്ല, അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതായത് ഇത്രയുള്ളൂ ഇക്വിറ്റിയിൽ വന്ന മാറ്റം കാണിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇക്വിറ്റി എവിടെയാ കാണിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ അല്ലേ? ഈ ഇക്വിറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഫൈനൽ ബാലൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക? SOFP-യിൽ പ്രസന്റ് ചെയ്യുക. ആൻഡ് ഈ ഫൈനൽ ബാലൻസിലേക്ക് എത്താൻ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്? ഏതില്? ഇക്വിറ്റിയിൽ മാത്രം. ഇക്വിറ്റി സെക്ഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അതിന്റെ പേര് തന്നെയുണ്ട്. ഇക്വിറ്റിയിൽ വന്ന ചേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നാമത്തത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. ഇനി നോക്കണേ, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അക്രുവൽ കോൺസെപ്റ്റ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഇതിനു മുൻപ്? അക്രുവൽ കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? എന്താ അക്രുവൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാ? ഇത്രേ ഉള്ളൂ. അക്രുവൽ കോൺസെപ്റ്റ് പറയുവാണ്, നിങ്ങള് SOPL എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് കാണിക്കണം? ഇൻകം കാണിക്കണം, അതേപോലെ എക്സ്പെൻസും കാണിക്കണം എന്ന് പറഞ്ഞു അല്ലേ? വരവും കാണിക്കണം, ചെലവും കാണിക്കണം. സോ ശ്രദ്ധിച്ചോ, അക്രുവൽ കോൺസെപ്റ്റ് പ്രകാരമാണ് ഞാൻ ഇതിനെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻകം റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, അഥവാ നിങ്ങളുടെ കമ്പനിയുടെ ഇൻകം നിങ്ങൾക്ക് FS-ൽ കാണിക്കണമെങ്കിൽ, അഥവാ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി റിസീവ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് ഇൻകം കാണിക്കണമെങ്കിൽ അത് റിസീവ് ചെയ്യേണ്ട, അതിന് നിങ്ങൾ ഏൺ ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഈസ് ഇത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് കുറച്ച് സാധനം വിറ്റു. ഓക്കെ, കുറച്ച് സാധനം കസ്റ്റമർക്ക് വിറ്റു. പക്ഷേ കസ്റ്റമർക്ക് വിറ്റു, നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ടില്ല. കസ്റ്റമർ നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ടില്ല, അഥവാ കസ്റ്റമർ ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലേ ക്യാഷ് തരുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷെ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ വിറ്റ സാധനത്തിന് ഇൻകം ആയിട്ട് SOPL കാണിക്കാൻ പറ്റുമോ? ഇൻകം ആയിട്ട് SOPL കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയും കാണിക്കാൻ പറ്റും. കാരണം എന്താ? അവിടെയാണ് നമ്മൾ അക്രുവൽ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ്? നമുക്ക് ഈവൻ ദോ നമുക്ക് ആ ക്യാഷ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാധനം വിറ്റിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും എനിക്ക് അതിന്റെ ക്യാഷ് എന്ത് ചെയ്യും? 2 to 3 days കഴിഞ്ഞാൽ റിസീവ് ചെയ്യും. സോ ക്യാഷ് റിസീവ് ആവണമെന്നില്ല, ഞാൻ അതിന് ഏൺ ചെയ്താൽ മതി. സോ ഇൻകം എന്ന് പറയുന്നത് റിസീവ് ആകുന്ന സമയത്തല്ല, ഏൺ ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിന് എന്ത് ചെയ്യാം? കാണിക്കാം. കിട്ടാൻ സമയമായാൽ ഞാൻ അതിന് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. അടുത്തത് സെയിം കോൺസെപ്റ്റ് എക്സ്പെൻസിന്റെ കേസിലും പറ. നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്. പറ, കറണ്ട് ബില്ല് അടച്ചാലേ നിങ്ങൾക്ക് SOPL അതിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റൂ എന്നാണോ പറയുന്നത്? അല്ല, നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു പേ. നിങ്ങൾ അത് അടയ്ക്കാൻ സമയമായി കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആയിട്ട് SOPL വരണം. ക്ലിയർ ആണോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഏതാ മാസം? മെയ്. ഇമാജിൻ കഴിഞ്ഞ മാസം എടുക്കാം. ഓക്കെ, ഏപ്രിൽ മാസത്തെ കറണ്ട് ബില്ല് നിങ്ങൾക്ക് അടയ്ക്കാനുണ്ട്. ഓക്കെ, ആൻഡ് റൂള് പ്രകാരം, നിയമം പ്രകാരം നിങ്ങൾ മെയ് 1-ാം തീയതിയാണ് ഏപ്രിലിന്റെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ എന്ന് പറയുന്ന മാസത്തെ കറണ്ട് ബില്ല് നിങ്ങൾ മെയ് 1-ാം തീയതി കൊടുത്താലും, ആക്ച്വലി പൈസ കൊടുത്താലും ഇല്ലെങ്കിലും മെയ് 1-ന് അത് കൊടുക്കേണ്ട സമയമായി. അതുകൊണ്ട് അത് SOPL ഒരു ചെലവായിട്ട് റിഫ്ലക്ട് ആവണം. ക്ലിയർ ആണോ? സോ എക്സ്പെൻസ് ആക്ച്വലി നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കാൻ സമയമായി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. സോ അതാണ് ഏത് പറയുന്നത്? അക്രുവൽ കോൺസെപ്റ്റ്. ഇൻകം റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏൺ ചെയ്താൽ മതി. അതേപോലെ എക്സ്പെൻസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻസ് എന്തായാൽ മതി? ഇൻകേർഡ് ആയാൽ മതി. എക്സ്പെൻസ് ഇൻകർ ആവാന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാൻ സമയമായാൽ മതി. ക്ലിയർ? ഓക്കെ, യെസ്. സോ ഇത്രേ ഉള്ളൂ. ഇൻകം റിസീവ് ചെയ്യേണ്ട, ഏൺ ചെയ്താൽ മതി. എക്സ്പെൻസ് പേ ചെയ്യേണ്ട, ഇൻകർ ആയാൽ മതി. ഇതാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്? ദിസ് ഇസ് ദ അക്രുവൽ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ SOPL-ഉം SOFP ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ
പക്ഷേ ശ്രദ്ധിച്ചോ, അപ്പൊ ആക്ച്വലി അവിടെ എന്ത് നമുക്ക് മനസ്സിലാകുന്നില്ല, ക്യാഷ് വരുന്നതും പോകുന്നതും ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണിച്ചു തരുന്നില്ല. അല്ലേ ഒരു കമ്പനിയുടെ ലാഭം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റും ക്യാഷ് ആയിട്ട് ഉണ്ടാവുമോ? ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് 10,000 രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10,000 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ 10,000 എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നാണോ അർത്ഥം? അല്ല, ലാഭം വേറെയാണ്, ക്യാഷ് ഇൻ ഹാൻഡ് വേറെയാണ്. സോ ക്യാഷിന്റെ വരവും പോക്കും, ദാറ്റ് ഇസ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നാലാമത്തത്, വിച്ച് ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇവിടെ ഈ പറഞ്ഞ ഏതുണ്ടാവില്ല, അക്രുവൽ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കിട്ടാൻ സമയമായി കഴിഞ്ഞാൽ അത് കാണിക്കൂല, ആക്ച്വലി അത് റിസീവ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ അത് കാണിക്കുള്ളൂ. ഓക്കെ, ആക്ച്വലി അത് റിസീവ് ചെയ്യുമ്പോഴേ അത് എന്താവുന്നുള്ളൂ, ക്യാഷ് ഇൻഫ്ലോ ആവുന്നുള്ളൂ. അതേപോലെ ആക്ച്വലി പേ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഇൻകർ ആയാൽ കാണിക്കൂല, ആക്ച്വലി ഈ എമൗണ്ട് ഞാൻ പേ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ എവിടെ കാണിക്കുള്ളൂ, ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ അല്ലേ? സോ ക്യാഷിന്റെ ഇൻഫ്ലോയും ക്യാഷിന്റെ ഔട്ട്ഫ്ലോയും കാണിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, യെസ്. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഡിസ്ക്ലോഷർ നോട്ട്സ്. പറ, നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിലെല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിനെ ചെറുതായിട്ട് മെൻഷൻ ചെയ്യാനേ പറ്റുള്ളൂ, ഒരു ലൈൻ ഐറ്റം ആയിട്ട് കാണിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന സാധനം ഇത്ര എമൗണ്ട്, ഇന്ന സാധനം ഇത്ര എമൗണ്ട്, ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇൻകം ഇത്ര, അതേപോലെ റവന്യൂ ഇത്ര, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അതായത് ഇതിന്റെ അകത്തുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സ്ഥലമാണ് ഡിസ്ക്ലോഷർ നോട്ട്സ്. ഓക്കെ അല്ലേ? സോ ആക്ച്വലി ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ അതർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ബാക്കിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരു നോട്ടാണ് ഡിസ്ക്ലോഷർ നോട്ട്സ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ FS ൽ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ, അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എവിടെ കാണിക്കുക, ഡിസ്ക്ലോഷർ നോട്ട്സിലാണ് കാണിക്കുക. ഈ 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള രണ്ടാളാണ്, ഒന്ന് SOPL-ഉം രണ്ട് SOFP-യും. ദീസ് ആർ ദ 2 മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന് കമ്പനിയുടെ ലാഭവും നഷ്ടവും കാണിച്ചു കൊടുക്കുന്നത്, രണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിച്ചു കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ ഇപ്പോൾ ഉള്ള അസറ്റ്സും കമ്പനിയുടെ ഇപ്പോൾ ഉള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടങ്ങള്, അതേപോലെ കമ്പനിയുടെ ഇക്വിറ്റിയും കാണിച്ചു കൊടുക്കുന്നതാണ് SOFP. ക്ലിയർ? ദീസ് ആർ ദ 5 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്താ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ? യെസ്. ഈ പറഞ്ഞ സംഭവത്തിനെ ഓവറോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് FA അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ആൻഡ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കി അത് പുറത്തോട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ Xylemത്തിന്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതിന്റെ ലൈൻ ബൈ ലൈൻ ഓരോ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ യൂസ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡു വാച്ച് ദ ക്ലാസ്. ഓക്കെ അല്ലേ? Okay. So see you in the next class. Bye guys. Thank you all.